Children, today we will learn about the digestion which is happening in the stomach area. Okay. So stomach, what do you mean by stomach? നമ്മുടെ ആമാശയം എന്ന് പറഞ്ഞ ഭാഗമാണ് അല്ലെ stomach എന്ന് പറയുന്നത്. Stomach is a thick walled bag. Its shape is like a flattened J and it is the widest part of the alimentary canal. ഓക്കെ, സ്റ്റൊമക്ക് എന്താണ്? സ്റ്റൊമക്കിനകത്ത് എന്താണ് കാണപ്പെടുക? ഇറ്റ്സ് എ തിക്ക് വോൾഡ് ബാഗ് അല്ലെ, ഒരു ബാഗ് മാതിരി ഒരു ഷേപ്പ് ആണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് സ്റ്റൊമക്ക്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ബാഗ്, റൈറ്റ്? സോ അതിന്റെ വാളില് എന്താണ്? ഇറ്റ്സ് തിക്ക് വോൾഡ് അല്ലെ, കട്ടി കൂടിയ വാൾ, ഭിത്തിയുള്ള ഒരു ഓർഗൻ ആണ് വാട്ട് ഇറ്റ് ഈസ് സ്റ്റൊമക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഷേപ്പ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഫ്ലാറ്റൻഡ് ജെ. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ജെ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വലിച്ചു നീട്ടിയ ഒരു ഷേപ്പിലാണ്. യു ക്യാൻ സീ ദ ഷേപ്പ് ഹിയർ അല്ലെ, ഒരു ഫ്ലാറ്റൻ നീട്ടി വലിച്ചു വെച്ചിരിക്കുന്ന ഒരു ജെയുടെ ഷേപ്പിലാണ് നമ്മുടെ സ്റ്റൊമക്ക് കാണുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക്? ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ദ ഫുഡ് പൈപ്പ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അറ്റ് ദ അതർ. ഓക്കെ, നമ്മുടെ ഫുഡ് പൈപ്പിൽ, നമ്മുടെ മൗത്തിൽ നിന്ന് അതിനുശേഷം ഫുഡ് എവിടെയാണ് പോകുന്നത്? ഫുഡ് പൈപ്പിൽ കൂടെ പാസ് ചെയ്തിട്ട് then it opens to the stomach. So stomach receives food from food pipe. ഫുഡ് പൈപ്പിൽ നിന്ന് ഫുഡ് റിസീവ് ചെയ്യാണ് സ്റ്റൊമക്ക് ചെയ്യുന്നത്. ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ സ്റ്റൊമക്കിന്റെ അടുത്ത ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? ഫുഡ് റിസീവ് ചെയ്യുന്നത് ഫുഡ് പൈപ്പിൽ നിന്ന്. ആൻഡ് ഇറ്റ് ഓപ്പൺസ് ദ അതർ എൻഡ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇറ്റ് ഓപ്പൺസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലേക്കാണ് തുറക്കുന്നത്. ഓക്കെ, സോ മേളില് ഫുഡ് പൈപ്പ്, ഈ ഏരിയയിലെ ഫുഡ് പൈപ്പ്, താഴെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ സ്റ്റൊമക്ക് കാണുന്നത്. ഓക്കെ, സോ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക് സെക്രീറ്റ്സ് മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദ മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക്. സോ എന്താണ് സ്റ്റൊമക്കിൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്? ദ ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക് സെക്രീറ്റ്സ് മ്യൂക്കസ്. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ വോൾ നമ്മൾ പഠിച്ചു. എന്താണ്? ഒരു തിക്ക് വോൾ ആണ് സ്റ്റൊമക്കിനുള്ളതെന്ന്. കട്ടി കൂടി ഒരു ഭിത്തി ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിന്. സോ അതിന്റെ ഇന്നർ വോൾ, അകത്തുള്ള ഭിത്തിയിൽ നിന്നും അകത്തുള്ള വോളിൽ നിന്നും എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റ് ആവുന്നത്. എന്തൊക്കെയാണ്? മ്യൂക്കസ്, then hydrochloric acid and digestive juices. And what is the function of mucus? The mucus protects the lining of the stomach. സ്റ്റൊമക്കിന്റെ ഇന്നർ വോളിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് മ്യൂക്കസ് എന്ന് പറഞ്ഞ ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്. Then HCl, hydrochloric acid, what it functions? The acid kills many bacteria that enter along with the food, makes the medium in the stomach acidic and helps the digestive juices to act. So ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ വോളിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് സെക്രീറ്റ് ആവുന്നത്. വാട്ട് ആർ ദേ? മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. സോ മ്യൂക്കസിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റൊമക്കിന്റെ ഇന്നർ ലൈനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ സ്റ്റൊമക്കിലേക്ക് നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് അല്ലെ. സോ അങ്ങനെയുള്ളത് എന്താണ്? പല മീഡിയത്തിലുള്ള ഏതൊക്കെ ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അതെല്ലാം നമ്മുടെ സ്റ്റൊമക്കിൽ പോകുന്നുണ്ട്. സോ അതിൽ നിന്നും, ആ ഫുഡിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിനെ ഒരു ഡാമേജും കൂടാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? മ്യൂക്കസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് ചെയ്യുന്നത്? The acid kills many bacteria that enter along with the food. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പലതരത്തിലുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും, ജേംസുകൾ ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയയെ കില്ല് ചെയ്യുക, നശിപ്പിക്കുക. നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ബാക്ടീരിയ, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയെ കില്ല് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇറ്റ് മേക്സ് ദ മീഡിയം ഇൻ ദ സ്റ്റൊമക് അസിഡിക്. നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജഷൻ സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റഡ് ആവണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, പിന്നെ എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസസ് ചെയ്യുന്നത്. അത് പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഡൈജസ്റ്റിനെ സഹായിക്കുകയാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ചെയ്യുന്നത്. സോ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ചെയ്യുന്നത്?
Digestive juices break down the proteins into simpler substance. നമ്മുടെ കഴിക്കുന്ന ഫുഡിലുള്ള പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുക എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സ്റ്റൊമക്കിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കെമിക്കൽ ഡൈജഷൻ. സോ 3 കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റൊമക്കിൽ, 3 സെക്രീഷൻ ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് മ്യൂക്കസ്. Mucus, it protects the lining of the stomach. Okay, then hydrochloric acid. Hydrochloric acid kills many harmful bacteria that enter along with the food and also keeps the stomach in acidic conditions. Okay, then third one is digestive juices. Digestive juices helps in the chemical digestion of the food. Okay, endana cheyyunnathu? It breaks down the proteins into simpler substance. So these are the functions happening in the stomach area. Okay, stomach inde ഒരു എൻഡിൽ എന്താണ് ഫുഡ് പൈപ്പ് എന്നുള്ള ഫുഡ് റിസീവ് ചെയ്ത് സ്റ്റൊമക്കില്, then after that digestion happens in the stomach and the next portion എന്താണ് സ്റ്റൊമക്കിന്റെ നെക്സ്റ്റ് എൻഡിൽ, താഴത്തെ എൻഡിൽ എന്താണ് വരുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ മേളിലത്തെ എൻഡില് ഫുഡ് പൈപ്പ്, താഴത്തെ എൻഡില് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, and in between stomach is there. It's a thick walled bag like structure. Okay, then there are 3 secretions from the lining of the stomach. They are mucus, which helps to protect the lining of the stomach. Then hydrochloric acid. Hydrochloric acid എന്താ ചെയ്യുന്നത്, many harmful bacteria, ഫുഡിൽ കൂടെ എൻ്റർ ആവുന്ന many harmful bacteria നശിപ്പിച്ചിട്ട് സ്റ്റൊമക്കിന്റെ ഉള്ളില് ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ്, ടു help in the process of digestion. Digestion help ചെയ്യാൻ വേണ്ടി സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യാണ്. Then third one എന്താണ്, third secretion എന്താണ്, digestive juices. Digestive juices എന്താണ് ചെയ്യുന്നത്, കെമിക്കൽ ഡൈജഷനെ ഹാപ്പൻ ചെയ്യുന്നത് അല്ലെ. സോ എന്താണ് ചെയ്യുന്നത്, ഫുഡിലുള്ള പ്രോട്ടീൻസിനെ സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സ്റ്റൊമക്കിൽ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. You can see the picture of stomach here. മേളില് ഈസോഫാഗസ് and receives food from the esophagus and it opens to the എവിടേക്കാണ് പോകുന്നത്, സ്റ്റൊമക്ക് കഴിഞ്ഞ് അടുത്ത ഏതാണ് വരികയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Okay, I hope it's clear. Then there is an interesting fact which is given in your textbook. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. The working of the stomach was discovered by a strange accident. സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇറ്റ് ഈസ് ഗിവൺ ദെയർ. ഓക്കെ, സോ ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻ ദെയർ? In 1822, a man named Alexis Saint Martin was badly hit by a shotgun. Okay, Alexis Saint Martin എന്ന് പറഞ്ഞ ഒരാള് എന്താണ്, അയാൾക്ക് തോക്കിൽ നിന്നുള്ള വെടിയേറ്റു. Okay, in 1822. The bullet had seriously damaged the chest wall and made a hole in his stomach. You can see the picture here. ഈ ഭാഗത്താണ്, സ്റ്റൊമക്കിന്റെ ഈ ഭാഗത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. Okay, he was brought to an American army doctor, William Beaumont. So അദ്ദേഹത്തിനെ എവിടെ കൊണ്ടുപോയി, ഒരു അമേരിക്കൻ ഡോക്ടർ ഉണ്ടായിരുന്നു, his name is William Beaumont. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. The doctor saved the patient but he could not close the hole properly and left it bandaged. So അദ്ദേഹം എന്താണ് നമ്മുടെ സെന്റ് മാർട്ടിന്റെ ജീവനെ രക്ഷിച്ചു, പക്ഷേ ഈ സ്റ്റൊമക്കിലേട്ട ഒരു ഹോള് ശരിക്കും പുള്ളിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ അത് ജസ്റ്റ് ഒരു ബാൻഡേജ് ഇട്ടിട്ട് അദ്ദേഹം അതിനെ അവിടെ പൊതിഞ്ഞു വെച്ചു. Then Beaumont took it as a great opportunity to see the inside of the stomach through the hole. So അവിടെ ഒരു ഹോൾ ഉണ്ടായി. അപ്പൊ Beaumont എന്താ വിചാരിച്ചത്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ചാൻസ് ആണ് സ്റ്റൊമക്കിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അദ്ദേഹം എന്ത് ചെയ്തു, so he used to watch through the hole of the stomach. So സെന്റ് മാർട്ടിന്റെ ആ ചെസ്റ്റ് ഏരിയയിലുള്ള ഹോളിൽ കൂടെ he used to observe what is happening inside the stomach. സ്റ്റൊമക്കിനകത്ത് നടക്കുന്ന ഫംഗ്ഷനെ അദ്ദേഹം ഒബ്സർവ് ചെയ്യായിരുന്നു. പണ്ടത്തെ കാലത്തിൽ ഇന്നത്തെ പോലെ സ്കാനിങ്ങും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സോ എങ്ങനെയാണ് സ്റ്റൊമക്കിലുള്ള ഫംഗ്ഷൻ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താ ചെയ്തത്, ആ ഡോക്ടർ, ഹിസ് നെയിം ഇസ് വില്യം ബ്യൂമണ്ട്, ആ ഹോളിൽ കൂടെ അദ്ദേഹം അകത്തേക്ക് ഒബ്സർവ് ചെയ്ത് എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ്. സോ Beaumont found that the stomach was churning the food. സോ എന്താണ് നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് എന്താണ്, നമ്മുടെ തൈരൊക്കെ കടയാൻ ഇങ്ങനെ മത്ത് വെച്ച് ഇങ്ങനെ അടിക്കില്ലേ, ഇങ്ങനെ ഒരു ഉരുട്ടുന്ന ഒരു എഫക്ട്, ആ ഒരു എഫക്റ്റ് ആണ് ഇങ്ങനെ
ചുറ്റുന്ന ഒരു എഫക്റ്റ് ആണ് സ്റ്റൊമക്കിന്റെ ഉള്ളിൽ നടക്കുന്നത്. സോ ആ ഹോളിൽ കൂടെ നോക്കിയപ്പോ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കടയുന്ന ഒരു എഫക്ട് സ്റ്റൊമക്കിൽ നടക്കുകയാണ് ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ്സ് വോൾ സെക്രീറ്റഡ് എ ഫ്ലൂയിഡ് വിച്ച് കുഡ് ഡൈജസ്റ്റ് ദ ഫുഡ്. സോ അദ്ദേഹം ആ ഹോളിൽ കൂടെ കാണുകയാണ് എന്താണ് സ്റ്റൊമക്കിന്റെ വോളിൽ നിന്ന് എന്തോ ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഹെൽപ്സ് ടു digest the food. He also observed that the end of the stomach opens into the intestine only after the digestion of the food inside the stomach is completed. So അദ്ദേഹം അതുകൂടാതെ എന്താണ് കണ്ടത്? സോ സ്റ്റൊമക്കിന്റെ അടുത്ത ഓപ്പണിംഗ് എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. സോ സ്റ്റൊമക്കിനകത്ത് മാക്സിമം ഡൈജഷൻ നടന്നതിന് ശേഷമാണ് ഫുഡ് അടുത്തത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുന്നത്. സോ ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്, റൈറ്റ്? എങ്ങനെയാണ് സ്റ്റൊമക്കിന്റെ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ എ ഡോക്ടർ കോൾഡ് വില്യം ബ്യൂമണ്ട്. ആരുടെ അദ്ദേഹത്തായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്? അലക്സിസ് സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാള് വെടിയേറ്റിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ ആ ഒരു വെടിയേറ്റ് ആ ചെസ്റ്റിന്റെ താഴെയാണ് വെടിയേറ്റത്. ആ ഹോൾ ശരിക്കും അദ്ദേഹത്തിന് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ല. ആ ഹോൾ അങ്ങനെ അവിടെ ഇരുന്നു. സോ he took that an opportunity to study about the functions in the stomach area. സ്റ്റൊമക്കിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്യാൻ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തി. സോ ആ ഹോളിൽ കൂടെ അകത്ത് നോക്കിയപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത്? ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിനകത്താണ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത്. സ്റ്റൊമക്കിനകത്തുനിന്ന് ചില ഫ്ലൂയിഡ്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് കണ്ടത് അദ്ദേഹം? നമ്മുടെ സ്റ്റൊമക്കിനകത്ത് മാക്സിമം ഫുഡിന്റെ ഡൈജഷൻ നടന്നതിന് ശേഷം സ്റ്റൊമക്ക് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊക്കെ അദ്ദേഹം ആ ഹോളിൽ കൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഓക്കെ, isn't that interesting? സോ നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്? സ്റ്റൊമക്കിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പഠിച്ചത്. ഇറ്റ്സ് എ തിക് വോൾഡ് ബാഗ്. ഓക്കെ, ആൻഡ് അപ്പർ ഓപ്പണിംഗ് എന്താണ്? ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിൽ നിന്നുള്ള ഫുഡ് റിസീവ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വന്നതിന് ശേഷം സ്റ്റൊമക്കിൽ മ്യൂക്കസും ഹൈഡ്രോക്ലോറിക് ആസിഡും ഡൈജസ്റ്റീവ് ജ്യൂസസും ഉണ്ട്. സോ മ്യൂക്കസ് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇൻസൈഡ് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഫുഡിൽ കൂടെ ചെല്ലുന്ന അൺവാണ്ടഡ് ബാക്ടീരിയ നശിപ്പിക്കുന്നു. ഓൾസോ കീപ്സ് ദ മീഡിയം ഇൻസൈഡ് ദ സ്റ്റൊമക് ആസ് അസിഡിക്, അല്ലെ? അസിഡിക് മീഡിയത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഡൈജസ്റ്റീവ് ജ്യൂസസിന്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ ഫുഡിന്റെ ഡൈജഷൻ അവിടെ നടക്കുന്നു. ഇറ്റ് ബ്രേക്സ് ഡൗൺ ദ പ്രോട്ടീൻസ് ഇൻ ദ ഫുഡ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ്. അതിനുശേഷം എവിടെയാണ് സ്റ്റൊമക്ക് ഓപ്പൺ ആവുന്നത്? ഇറ്റ് ഓപ്പൺസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, വാട്ട് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ പഠിച്ചു നമ്മുടെ സ്റ്റൊമക്ക് അടുത്ത ഓപ്പണിംഗ് ചെയ്യുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ചെറുകുടലിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. The small intestine is highly coiled and it's about 7.5 meters long. It receives secretion from the liver and the pancreas. Besides, its walls also secrete juices. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറുകുടൽ ഇങ്ങനെ ചുറ്റിയാണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അല്ലെ? സോ അതിന്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് എത്രയാണെന്നാണ് പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് 7.5 meters long. 7.5 മീറ്ററോളം വലിപ്പമുണ്ട് നമ്മുടെ ചെറുകുടലിൽ. അതിങ്ങനെ ചുറ്റി കോയിൽ പോലെയാണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. സോ അതിന് ആ ചെറുകുടലിൽ എവിടുന്നൊക്കെ സെക്രീഷൻസ് അത് റിസീവ് ചെയ്യുന്നുണ്ട്? ഇറ്റ് റിസീവ്സ് സെക്രീഷൻസ് ഫ്രം ദ ലിവർ ആൻഡ് ദ പാൻക്രിയാസ്. നമ്മൾ നേരത്തെ പഠിച്ചു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്രീഷൻസ് ഫ്രം ദ ലിവറും പാൻക്രിയാസും കൂടെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻസ് എവിടെയാണ് റിസീവ് ചെയ്യുന്നത്? ഇറ്റ് ഗെറ്റ്സ് റിസീവ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതുകൂടാതെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് ഓൾസോ സെക്രീറ്റ് സം അതർ ജ്യൂസസ് ഓൾസോ. സോ ചെറുകുടലിന്റെ വോളിൽ നിന്നും ചില ജ്യൂസസ് സെക്രീഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദ ലിവർ ഈസ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ് situated in the upper part of the abdomen on the right side. It is the largest gland in the body. It secretes bile juice that is stored in a sac called the gallbladder. The bile plays an important role in the digestion of fats. Okay, so the liver endana digestive juices secrete ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. സോ ലിവർ എന്താണ്? നിങ്ങൾക്കറിയാം, അതൊരു റെഡ് കളറിലാണ് ഇരിക്കുന്നത്, അല്ലെ? ഇറ്റ്സ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ്. എവിടെയാണ് കാണപ്പെടുന്നത്? സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ. നമ്മുടെ വയറിന്റെ മുകളിലായിട്ട്
എന്താണ് റൈറ്റ് സൈഡിലായിട്ടാണ് ലിവർ കാണപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് എന്താണ്? നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന ഏറ്റവും വലിയ ഗ്ലാൻഡ്. സോ നമ്മുടെ ലിവറിൽ നിന്നാണ് എന്താണ്? ബൈൽ ജ്യൂസസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു അല്ലേ, ലിവർ ഇറ്റ് സെക്രീറ്റ് ജ്യൂസസ്. സോ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിന്റെ പേരെന്താണ്? ഇറ്റ്സ് കോൾഡ് ബൈൽ ജ്യൂസസ്. ഓക്കെ, സോ അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ്സ് കോൾഡ് ഗോൾ ബ്ലാഡർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറിലാണ് നമ്മുടെ ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസസ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ ഗോൾ ബ്ലാഡർ. Okay, so the bile plays an important role in the digestion of fat. ഫാറ്റിന്റെ ഡൈജഷനിലാണ് നമ്മൾ ബൈൽ, അതായത് ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ്, ഈ ഫുഡിന്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ബൈൽ ജ്യൂസസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു ലിവർ കൂടാതെ എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കിട്ടുന്നത്? എവിടെ നിന്നാണ്? പാൻക്രിയാസ് നിന്നാണ് കിട്ടുന്നത് അല്ലേ? സോ പാൻക്രിയാസ് എന്താണ്? The pancreas is a large cream-colored gland located just below the stomach. The pancreatic juice acts on carbohydrates, fats and proteins and change them into simpler forms. So, liver padichu, then coming to pancreas. Pancreas evideyana kaanapadunathu? It is seen just below the stomach. Nammal padicha stomach inde thottu thaazheyaayittana nammal pancreas kaanapadunathu. It's a cream-colored organ. Okay, so pancreas എന്നുള്ള ജ്യൂസസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. സോ ഓരോരോ ഡൈജസ്റ്റീവ് ജ്യൂസസിനും ഓരോരോ ഫംഗ്ഷൻ ആണ് അല്ലെ? ഓരോരോ ടൈപ്പ് ഓഫ് ഫുഡിലാണ് ഇറ്റ് ആക്ട്സ് ഓൺ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ്സ്. നമ്മൾ പഠിച്ചു സ്റ്റൊമക്കിൽ എന്താണ്? പ്രോട്ടീന്റെ ഡൈജഷൻ ആണ് നടക്കുന്നത്. ദെൻ എന്താണ്? ലിവറിൽ നിന്നുള്ള ബൈൽ ജ്യൂസസിന്റെ ഹെൽപ്പ് കാരണം എന്താണ് നടക്കുന്നത്? ഫാറ്റ്സിന്റെ ഡൈജഷൻ ആണ് നടക്കുന്നത്. ദെൻ കമ്മിങ് ടു പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഹെൽപ്പ് കൊണ്ട് എന്തിന്റെ ഡൈജഷൻ ആണ് നടക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സിന്റെയും ഫാറ്റ്സിന്റെയും പ്രോട്ടീൻസിന്റെയും. ഇതിന്റെ മൂന്നിന്റെയും ഡൈജഷൻ നടക്കുന്നത് ഏതിന്റെ ഹെൽപ്പ് കൊണ്ടാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് pancreatic juice. Okay, the partly digested food now reaches the lower part of the small intestine, where the intestinal juice completes the digestion of all components of the food. The carbohydrates get broken into simple sugars such as glucose, fats into fatty acids and glycerol, and proteins into amino acid. So almost എന്താണ് മാക്സിമം ലെവൽ ഓഫ് ഡൈജഷൻ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കൂടെ പാസ് ചെയ്യുമ്പോൾ നടക്കും. സോ വാട്ട് ഹാപ്പൻസ് ദെൻ? ദ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് നൗ റീച്ചസ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, വേർ ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഓൾ കോമ്പണൻസ് ഓഫ് ഫുഡ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള എല്ലാ ഡൈജസ്റ്റീവ് ജ്യൂസസിന്റെ ഹെൽപ്പ് കൊണ്ടും എന്താണ്? ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഓൾ കോമ്പണൻസ് ഓഫ് ഫുഡ്. നമ്മുടെ ഫുഡിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയാണ് എപ്പോഴാണ്? when the food reaches to the lower part of the small intestine. Okay, the carbohydrates get broken into simple sugars. Carbohydrate, നമ്മൾ റൈസ് ഒക്കെ കഴിക്കുന്നതിനകത്തുള്ള carbohydrate, it gets break into simple sugars like glucose. Okay, then fats into fatty acids and glycerol, and proteins into amino acid. So നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെയാണ് ഫുഡിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ദെൻ ഫാറ്റ് എന്തായിട്ട് മാറും? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ആൻഡ് പ്രോട്ടീൻസ് എന്തായിട്ട് മാറും? പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്. സോ ദ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് വേർ ഇറ്റ് എൻഡ്സ്, എവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്? ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Okay, I hope it's clear. So today we studied about what all stomach-നെ പറ്റിയും small intestine-നെ പറ്റി നമ്മൾ പഠിച്ചു. എന്തായിരുന്നു stomach? It's a thick walled bag. Okay, so it receives food from the food pipe. Then എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ stomach-ൽ 3 തരത്തിലുള്ള secretion നടക്കുന്നുണ്ട്. Mucus, hydrochloric acid and digestive juices. Mucus എന്താണ് ചെയ്യുന്നത്? It helps to protect the inner lining of the stomach. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ വാളിന്റെ പ്രൊട്ടക്ഷൻ ആണ് മ്യൂക്കസ് ചെയ്യുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഫുഡിൽ കൂടെ നമ്മുടെ സ്റ്റൊമക്കിൽ ചെല്ലുന്ന അൺവാണ്ടഡ് ബാക്ടീരിയയെ
നശിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇൻസൈഡിൽ ഒരു അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ എന്താണ് മൂന്നാമത്തെ സെക്രീഷൻ എന്തായിരുന്നു, മൂന്നാമത്തെ ഡൈജസ്റ്റീവ് ജ്യൂസസ്. സോ ഡൈജസ്റ്റീവ് ജ്യൂസസ് സ്റ്റൊമക്കിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ബ്രേക്ക് ഡൗൺ ദ പ്രോട്ടീൻസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ്. പ്രോട്ടീന്റെ ഡൈജഷൻ ആണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് then ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ്, ഇറ്റ്സ് എ ഹൈലി കോയിൽഡ് ഓർഗൻ അല്ലേ. നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ 7.5 മീറ്റർ ലോങ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ കാണുന്നത്. സോ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എവിടെ നിന്നൊക്കെയുള്ള ജ്യൂസസ് റിസീവ് ചെയ്യുന്നുണ്ട്, ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുള്ള ജ്യൂസസ് ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ റിസീവ് ചെയ്യുന്നത്. സോ ലിവർ എവിടെയാണ് കാണപ്പെടുന്നത്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ ഓൺ ദ റൈറ്റ് സൈഡ്. നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിൽ, വയറിന്റെ മേൽവശത്തായിട്ട് റൈറ്റ് സൈഡിലാണ് ലിവർ കാണപ്പെടുന്നത്. സോ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിന്റെ പേരെന്താണ്, ഇറ്റ്സ് കോൾഡ് ബൈൽ ജ്യൂസ്. and it is stored where, it is stored in the gall bladder. Okay, then എന്താണ് ലിവറിൽ നിന്നുള്ള ബൈൽ എന്താണ്, എന്തിന്റെ ഡൈജഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഫാറ്റിന്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലിവറിൽ നിന്നുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പാൻക്രിയാസ് എവിടെയാണ് കാണപ്പെടുന്നത്, ഇറ്റ്സ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്. ഓക്കെ, ഇറ്റ്സ് എ ക്രീം കളേർഡ് ഓർഗൻ. സോ പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാസിൽ നിന്നും കുറെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറ്റ് ആക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റിലും ഫാറ്റിലും പ്രോട്ടീൻസിലും വർക്ക് ചെയ്തിട്ട് അതിനെ സിംപ്ലർ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് പാൻക്രിയാസിൽ നിന്നുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ് ചെയ്യുന്നത്. സോ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, ഫുഡ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ലോവർ പാർട്ടിൽ എത്തുകയാണ്. സോ അവിടെ നിന്നുള്ള സെക്രീഷൻ, അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ഡൈജസ്റ്റീവ് ജ്യൂസും കൂടെ ആക്ട് ചെയ്യുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ താഴെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടക്കുകയാണ്. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് ഷുഗറും സിമ്പിൾ ഷുഗർ ലൈക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. പിന്നെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ദെൻ എന്താണ്, പ്രോട്ടീൻസ്, നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീൻസ് അമിനോ ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.